വാർത്തകൾ തുടരുന്നു. കനത്ത മഴയിൽ വീട് തകർന്ന ദുരിതത്തിലായ നിർധന കുടുംബത്തിന് ആചാര സംരക്ഷണ സമിതി പുതിയ വീട് നിർമ്മിച്ചു നൽകും. എടവിലങ്ങ് പൊടിയൻ ബസാറിൽ 6-ാം വാർഡിൽ താമസിക്കുന്ന തുപ്രാട്ട് കൊച്ചയ്യപ്പന്റെ വീടാണ് കഴിഞ്ഞ ആഴ്ചയിലുണ്ടായ കനത്ത മഴയിലും കാറ്റിലും മരം വീണ് തകർന്നത്. ഇവർക്ക് സുമനസുകളായ നാട്ടുകാരുടെയും സഹകരണത്തോടുകൂടി പുതിയ ഭവനം നിർമ്മിച്ച് താക്കോൽ കൈമാറുമെന്ന് വീട് സന്ദർശിച്ച കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തജന കൂട്ടായ്മയായ ആചാര സംരക്ഷണ സമിതി നേതാക്കളായ പ്രശാന്ത് വണലിക്കാട്ടിൽ, അജേഷ് കക്കറ, ടിനോയ് കണ്ണൻ, അനീഷ് പോണത്ത് എന്നിവർ പറഞ്ഞു. ശക്തമായ കാറ്റിലും മഴയത്തും ഒരു മരം കടപുഴകി വീണ് ഈ വീട് പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ്. ഒരാഴ്ചയായിട്ടും ഒരു നടപടിയും ഒരു സംഘടനകളും ഒരു രാഷ്ട്രീയ കക്ഷികളും എത്തിനോക്കാത്ത സാഹചര്യത്തിൽ ഈ കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തജന കൂട്ടായ്മയായ ആചാര സംരക്ഷണ സമിതിയുടെ മെമ്പറായ കൊച്ചയ്യപ്പ ചേട്ടനെ ഈ വീടിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ വീടിന്റെ പൂർണ്ണ നിർമ്മാണ ചെലവുകളും ഏറ്റെടുത്തുകൊണ്ട് ഈ ആചാര സംരക്ഷണ സമിതി ഈ കമ്മിറ്റി നിശ്ചയിക്കുകയാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഭവനം പൂർണ്ണമായി നിർമ്മിച്ചു നൽകുന്നതാണ്. ഈ നാച്ചുറൽ കലാമിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു അപകടത്തിലാണ് ഈ വീട് ഇങ്ങനെ ആയത്. അതിനുശേഷം ഇവർ പല സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾക്കൊന്നും സ്പീഡാവണില്ല. കാരണം അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും കയറി കിടക്കാനുള്ള ഒരു ഇടമില്ലാത്തതിൻ്റെ പേരിൽ വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. അപ്പോഴാണ് സംരക്ഷണ സമിതി ഈ കാര്യം ആലോചിക്കുകയും ഞങ്ങൾ ഇന്നലെ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തത്. കാരണം ഭക്തജന കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കുക എന്നുള്ളത് ആചാര സംരക്ഷണ സമിതിയുടെ ഒരു കടമയും കർത്തവ്യവുമാണ്. അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു നല്ലൊരു പുണ്യപ്രവൃത്തിയായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് എല്ലാ പ്രവർത്തകരും കൂടെ ഇത് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വീടിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാവിധ നിർമ്മാണ പ്രവർത്തികളും കഴിച്ചിട്ട് അവർക്ക് അതിൻ്റെ താക്കോല് ഏൽപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിലായി കേരളത്തിൽ ഒരുപാട് ദുരന്തങ്ങളെ അതിജീവിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. അങ്ങനെ ഈ കാലവർഷക്കെടുതിയിൽ ഈ കുടുംബത്തിന് വേണ്ടി കൊടുങ്ങല്ലൂരമ്മയുടെ ഭക്തജനങ്ങളും സുമനസ്സുകളായ കേരളത്തിലെ എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഈ സംരംഭത്തിൽ ആചാര സംരക്ഷണ സമിതിയോടൊപ്പം നിങ്ങളുടെ ഏവരുടെയും ഒരു സഹകരണം കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.